സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സ്വാമി ശരണമയ്യപ്പ. ഒരു 10 വർഷം മുൻപ് ഞാൻ LLBക്ക് പഠിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലാണ് ഞാൻ 2007 മുതൽ 2012 വരെ LLB പഠിക്കുന്നത് തിരുവനന്തപുരത്താണ്. അന്ന് ഞാനൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഈ പുത്തരിക്കണ്ടം മൈതാനിക്ക് മുന്നിലൂടെ എത്രയോ തവണ കഥ പറഞ്ഞും കളി പറഞ്ഞുമൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് പലരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ വേദിയിൽ വന്നിരുന്നിട്ടുണ്ട്. ഇന്ന് ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഒരു വലിയ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട് ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ സമാജം എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ്. വലിയൊരു അത്ഭുതമായി തോന്നുന്നുണ്ട്, വലിയ സന്തോഷവുമുണ്ട്. മലയാളികളോട് ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര വൈവിധ്യങ്ങളെപ്പറ്റി പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദുവിനെ സംബന്ധിച്ച് എന്താണോ രാംലല്ല, അതാണ് മലയാളിയെ സംബന്ധിച്ച് സ്വാമി അയ്യപ്പൻ. അത് ഏറ്റവും വൈകാരികമായിട്ടുള്ള മലയാളി ഹിന്ദുവിൻ്റെ ഞരമ്പാണ്. അതുകൊണ്ടാണ് രാംലല്ലയ്ക്ക് വേണ്ടി എങ്ങനെയാണോ ഈ ഭാരതം ഒന്നാകെ ആടി വലഞ്ഞത്, രാംലല്ലയ്ക്ക് ഒരു ആരാധനാലയം, രാംലല്ലയ്ക്ക് ജനിച്ച ഭൂമിയിൽ ഒരു ആരാധനാ കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭത്തിൽ ഈ രാജ്യം മുഴുവൻ ആടി ഒലഞ്ഞത്, അതേ മട്ടിൽ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെല്ലുവിളിക്കപ്പെട്ട സമയത്ത് ചരിത്രത്തിൽ ആദ്യമായി മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ ഭേദഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, ആരാലും നിയന്ത്രിക്കപ്പെടാതെ, ആരാലും പ്രേരിപ്പിക്കപ്പെടാതെ സ്വയം പ്രചോദിതരായി മലയാളി ഹിന്ദുക്കൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് സ്വയം ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു പക്ഷേ അത്ഭുതകരമായൊരു പ്രക്ഷോഭമാണ്. പലപ്പോഴും ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒരു സെമാൻറ്റിക്സിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഏതു യുദ്ധതന്ത്രജ്ഞനും ഒറ്റ നോട്ടത്തിൽ തന്നെ വിശ്വാസി സമൂഹം പരാജയപ്പെട്ടു പോകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു സമരമായിരുന്നു അത്. കാരണം അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു അതിലെ രണ്ട് പക്ഷങ്ങളും തമ്മിൽ. കുരുക്ഷേത്ര യുദ്ധത്തിലെ അത്ഭുതം നമ്മൾ പറയാറുണ്ട്. 5 ആളുടെ പടയും 100 ആളുടെ പടയും തമ്മിലാണ് മത്സരിക്കുന്നത്. ഒരു കൂട്ടർ രാജാക്കന്മാരുടെ എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉള്ളവരാണ്. എല്ലാ മഹാരാജാക്കന്മാരും അവർക്കൊപ്പമാണ് അണിനിരക്കുന്നത്. ഈ പക്ഷത്ത് ധർമ്മം മാത്രമേ അണിനിരക്കുന്നുള്ളൂ. അക്ഷൗണികളുടെ എണ്ണത്തിലോ സേനാ വ്യൂഹങ്ങളുടെ എണ്ണത്തിലോ പടയാളികളുടെ എണ്ണത്തിലോ മിത്രങ്ങളുടെ എണ്ണത്തിലോ ഒന്നും കൗരവരും പാണ്ഡവരും തമ്മിൽ യാതൊരു തുലനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ധർമ്മം ഈ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് ഭഗവാനും ഈ പക്ഷത്തായിരുന്നു. ആ യുദ്ധത്തിൽ അവസാനം ധർമ്മപക്ഷമായിട്ടുള്ള പാണ്ഡവരുടെ പക്ഷമാണ് വിജയിച്ചത്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനുള്ള സമരത്തിൽ നിങ്ങൾ നോക്കൂ, ആ 2 പക്ഷം എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ അണിനിരക്കുന്നതെന്ന്. ഒരു പക്ഷത്ത് ആരൊക്കെയാണ്? ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. രാജ്യത്തെ പരമോന്നത കോടതി എന്ന് നമ്മൾ വിളിക്കുന്ന സുപ്രീം കോടതി ഒരു പക്ഷത്താണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ ആ പക്ഷത്താണ്. ആ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സംവിധാനം, സന്നാഹം ആ പക്ഷത്താണ്. ഇവിടുത്തെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ ഉപാധികളും, പത്രമാധ്യമങ്ങൾ, ചാനൽ മാധ്യമങ്ങൾ, ഇടതുപക്ഷം, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ ആ പക്ഷത്താണ്. സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ വലിയ പുരോഗമനവാദികൾ, ഇവരൊക്കെ ആ പക്ഷത്താണ്. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവിടെ നിൽക്കുകയാണ്. ആചാര പരിഷ്കരണവാദികൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പുറത്ത് ആരാ ഉണ്ടായിരുന്നത്? യുദ്ധഭൂമിയിൽ ഈ പക്ഷത്ത് ആരാണുണ്ടായിരുന്നത്? ഏറ്റവും സാധാരണക്കാരായിരുന്ന, നിരായുധരായിരുന്ന, നിസ്സഹായരായിരുന്ന, നിരപരാധികളായിരുന്ന, ഹൃദയത്തിൽ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി മാത്രമുള്ള സാധാരണ മനുഷ്യർ. അവർക്ക് എന്ത് മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു? മുദ്രാവാക്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ആയുധമാണ് ഉണ്ടായിരുന്നത്? ഒരു ആയുധം ഉണ്ടായിരുന്നില്ല. ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് നയിക്കാനുണ്ടായിരുന്നത്? വലിയ നേതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വയം അയ്യപ്പസ്വാമിയെ പടനായകനായി സങ്കല്പിച്ചുകൊണ്ട് ആ സേനാനായകൻ്റെ പിന്നിൽ അണിനിരന്ന സൈന്യമാണ് ഞാനെന്ന് ഓരോ ഭക്തനും സ്വയം സങ്കല്പിച്ചു. അവിടെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ സംഘർഷം നടക്കുകയാണ്. എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന വൻ സന്നാഹങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന സുപ്രീം കോടതി, കേരള സർക്കാർ, കേരള പോലീസ്, ഇടതുപക്ഷം, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരുടെ എല്ലാം എല്ലാ തന്ത്രങ്ങളെയും എല്ലാ ജാഢ്യങ്ങളെയും എല്ലാ ഉപജാപങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും അട്ടിമറിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. കാരണം ശക്തി കൊണ്ടല്ല യുദ്ധം ജയിക്കുന്നത്, ധർമ്മം കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നതെന്ന്. മഹാഭാരതത്തിലെ ഏറ്റവും തത്വജ്ഞാനപരമായിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ യുധിഷ്ഠിര യക്ഷ സംവാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യക്ഷപ്രശ്നം എന്ന് പറയുന്നുണ്ട്. യക്ഷൻ യുധിഷ്ഠിരനോട് പ്രശ്നങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ്.
അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ കഥ. വെള്ളമെടുക്കാൻ പോയി, ആദ്യം പോയിട്ടുള്ള സഹോദരനെ കാണുന്നില്ല, ഉടനെ അടുത്ത ആൾ പോകുന്നു, അയാളും വരുന്നില്ല, അങ്ങനെ എല്ലാ സഹോദരന്മാരും വരാതായപ്പോൾ ഏറ്റവും അവസാനം യുധിഷ്ഠിരൻ തന്നെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? ഈ പറയുന്ന ജലാശയത്തിൻ്റെ നടുക്ക് ഒരു പാറയുടെ മുകളിൽ ഒരു കൊക്ക് ഭഗം, ഒരു കൊക്ക് ഇരിക്കുകയാണ്. കൊക്ക് പറയണു, ഈ ജലാശയത്തിൻ്റെ അധിപനായിട്ടുള്ള യക്ഷനാണ് ഞാൻ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇതൊന്ന് വെള്ളം കുടിച്ചാൽ ആ നിമിഷം നിങ്ങൾ മരിക്കും. ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അനുസരിക്കാണ്ട് വെള്ളം കുടിച്ച ആൾക്കാരാണ് ഈ കിടക്കുന്നവർ മുഴുവൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പാത പിന്തുടരാം, അതല്ലെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം, ഈ മരിച്ചു പോയിരുന്ന ഒരാളെ ഞാൻ വേണമെങ്കിൽ ജീവനോടെ മടക്കിയും തരാമെന്ന് പറയും. അങ്ങനെ യുധിഷ്ഠിരനും യക്ഷനും തമ്മിൽ വലിയ സംവാദം നടക്കുന്നുണ്ട്. 21 ചോദ്യങ്ങൾ തത്വചിന്തയുമായി ബന്ധപ്പെട്ട്, മായയുമായി ബന്ധപ്പെട്ട്, ആത്മനുമായി ബന്ധപ്പെട്ട്, ബ്രഹ്മനുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ മഹാഭാരതത്തിൻ്റെ താത്വികമായിട്ടുള്ള പക്ഷത്തെ, മഹാഭാരതത്തിൻ്റെ തത്വചിന്തയെ സംഗ്രഹിച്ചാൽ അതിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗമായിട്ടുള്ള യക്ഷപ്രശ്നത്തിൽ അതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ പ്രശ്നത്തെ പറ്റിയിട്ടല്ല. ഈ പ്രശ്നത്തിൽ വിജയിക്കുമ്പോൾ, പ്രശ്നമെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിൻ്റെ ധർമാവബോധത്തിൽ ഞാൻ പ്രീതനായിരിക്കുന്നു, അതുകൊണ്ട് ഈ മരിച്ചു പോയിട്ടുള്ള നിൻ്റെ 4 സഹോദരന്മാരിൽ ഒരു സഹോദരനെ ഞാൻ മടക്കിത്തരാം, ആരെ വേണമെന്ന് നിനക്ക് പറയാം. സ്വാഭാവികമായിട്ട് യക്ഷൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ ഭീമനെ അല്ലെങ്കിൽ അർജുനനെ തിരിച്ചാവശ്യപ്പെടുന്നതാണ്. പക്ഷേ യുധിഷ്ഠിരൻ തിരിച്ചാവശ്യപ്പെടുന്നത് നകുലനെ പുനർജനിപ്പിക്കാനാണ്. അപ്പോൾ യക്ഷൻ തന്നെ അദ്ഭുത പരതന്ത്രനായിട്ട് ചോദിക്കുന്നുണ്ട്, 1000 ആനകളുടെ കരുത്തുള്ള ഭീമൻ, ഏതു മഹായുദ്ധവും ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ പോകുന്ന യോദ്ധാവായിട്ടുള്ള അർജുനൻ, ഇവർ രണ്ടുപേരും കിടക്കുമ്പോൾ ഒരു മഹായുദ്ധം കൺമുന്നിലുണ്ട്, തൊട്ടരികിലെത്തി എന്ന് ഉത്തമ ബോധ്യമുള്ള നീ ഇതിലൊരാളെ തിരഞ്ഞെടുക്കാതെ അത്രയൊന്നും പ്രാപ്തനല്ലാത്ത നകുലനെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറയുന്ന ഉത്തരമാണ്, 1000 ആനകളുടെ ബലമുള്ള ഭീമനോ ഒരു മഹായുദ്ധം ഒറ്റയ്ക്ക് ജയിക്കാൻ പോകുന്ന വില്ലാളിയായിട്ടുള്ള അർജുനനോ അല്ല, ധർമ്മമാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ ജയിക്കുന്നത്. അധർമ്മി എത്ര കരുത്തുള്ളവനാണെങ്കിലും, എത്ര സന്നാഹമുള്ളവനാണെങ്കിലും, എത്ര വലിയ സൈന്യമുള്ളവനാണെങ്കിലും അവനൊടുവിൽ പരാജയപ്പെടുന്നു. എന്നാൽ ധർമ്മി നിരായുധനാണെങ്കിലും, ഏകനാണെങ്കിലും, നിസ്സഹായനാണെങ്കിലും അന്തിമ വിജയം അവനെ തേടി വരുന്നു. ഈ നകുലനെ തിരഞ്ഞെടുക്കാനൊരു കാരണമുണ്ട്. കാരണം മാദ്രി തീയിലേക്ക് ചാടി മരിക്കുമ്പോൾ, പാണ്ഡു മരിക്കുമ്പോൾ പാണ്ഡുവിൻ്റെ ഭാര്യയായിട്ടുള്ള മാദ്രി, രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള മാദ്രി തീയിൽ ചാടി മരിക്കുകയാണ്. മാദ്രിയുടെ 2 മക്കളായിട്ടുള്ള നകുലനെയും സഹദേവനെയും വളർത്താൻ കുന്തിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കുന്തിയുടെ മക്കളിൽ ഒരാൾ അവശേഷിക്കുമ്പോൾ മാദ്രിയുടെ പരമ്പരയിൽ ഒരാൾ അവശേഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യത തനിക്കുണ്ടെന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. തൻ്റെ അനിയന്മാരിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുന്തിയുടെ പരമ്പര മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ മാദ്രി വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പരമ്പര നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ മാദ്രിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഒരുപക്ഷെ യുദ്ധത്തിൽ കിട്ടിയേക്കാവുന്ന വിജയത്തെ പോലും വേണ്ടെന്ന് വെക്കുകയാണ്. ആ ധർമ്മിഷ്ഠതയാണ് അയാളെ ധർമ്മപുത്രരാക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭഗൻ പെട്ടെന്ന് യമധർമ്മനായി പരിവർത്തനം ചെയ്യുകയും ഈ 4 പേരെയും പുനർജനിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, യുദ്ധം ജയിക്കുന്നത് സൈന്യമോ സന്നാഹമോ അല്ല, ധർമ്മമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു സന്ദർഭമാണ് ശബരിമല. കാരണം ആ യുദ്ധത്തിൽ ഈ വിശ്വാസികളുടെ നായകനായിട്ടുണ്ടായിരുന്നത് ധർമ്മം എന്തെന്ന് പഠിപ്പിച്ച മൂർത്തിയാണ്. ധർമ്മശാസ്താവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ശാസ്ത എന്ന് പറയണമെങ്കിൽ എന്താ? മാസ്റ്റർ എന്നാണ് അർത്ഥം. ശാസിക്കുന്നവൻ ആരോ അവനാണ് ശാസ്താവ്. ധർമ്മം എന്ന് പറയുന്ന തത്വം എന്താണെന്ന് ശാസനയിലൂടെ പഠിപ്പിക്കുന്ന ആചാര്യനാണ് ശാസ്ത. ഈ ശാസ്ത എന്നുള്ള വാക്കിൻ്റെ മലയാള തദ്ഭവമാണ് ചാത്തൻ. നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ പഴയ പള്ളിക്കൂടങ്ങളിലൊക്കെ മാഷന്മാരെ പറയുമ്പോൾ ചാത്തൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരിമല പ്രക്ഷോഭം എന്ന് പറയുന്നത് മലയാളി ഹിന്ദുവിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ്. കാലഘട്ടത്തെ നമ്മൾ AD BC എന്നൊക്കെ 2ആയി തിരിക്കുമല്ലോ. അതേപോലെ മലയാളി ഹിന്ദുവിൻ്റെ രാഷ്ട്രീയ പരിണാമത്തിൻ്റെ ഗതിവിഗതിയെ നമുക്ക് ശബരിമല പ്രക്ഷോഭം കൊണ്ട് 2ആയി തിരിക്കാം. ശബരിമല പ്രക്ഷോഭത്തിന് മുൻപ്, ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം. കാരണം തങ്ങളാൽ ഒന്നും സാധ്യമല്ലെന്നുള്ള ഒരു നിരാശാബോധത്തിൽ പൂണ്ടുപോയിരുന്നൊരു സമാജത്തെ നമ്മൾ വിചാരിച്ചാലൊന്നും ഇവിടെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ എന്നേ പോയിരിക്കണു. നമ്മൾ വെറുതെ ഇനി അതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യമൊക്കെ പണ്ടേ നമ്മുടെ കൈമോശം വന്നു പോയി എന്ന നിരാശാബോധത്തിൽ, പരാജയബോധത്തിൽ പൂണ്ട് കിടന്നിരുന്ന ഹിന്ദുവിനെ അങ്ങനെയല്ല, നിങ്ങൾ ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആചരണങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ആരെയും ഭയക്കാതെ ഒന്നിച്ച് നിൽക്കാൻ, സംഘടിച്ച് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ഹനുമാനെ പോലെയാണ് ഈ സമാജം എന്ന് പറയും. ആഞ്ജനേയ സ്വാമി സ്വന്തം ശക്തി തിരിച്ചറിയാത്തൊരു സങ്കല്പത്തിൻ്റെ ഭാവമാണല്ലോ.
ഈ സമുദ്രം ചാടി കിടക്കുന്ന സമുദ്രലംഘനത്തിൻ്റെ ഘട്ടത്തിൽ ആർക്കാണ് 100 യോജന ദൂരമുള്ള സമുദ്രം ചാടി കിടക്കാൻ പറ്റുക എന്ന് സംശയിച്ചിട്ട് ഈ വാനരന്മാർ മുഴുവൻ ഞാൻ 100 യോജന ചാടും, ഞാൻ 200 യോജന ചാടും, ഞാൻ 50 യോജന ചാടും എന്ന് പറയുമ്പോൾ സാക്ഷാൽ സൂര്യബിംബത്തിനെ ചാടി പിടിക്കാൻ പോയിട്ടുള്ള ആള് ആ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. ഇത്രയൊന്നും പ്രായമില്ലാത്ത സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത് സാക്ഷാൽ സൂര്യബിംബത്തിന് നേരെ ചാടിയിട്ടുള്ള ആളാണ്. പക്ഷേ ആ കരുത്ത് മറന്നുപോയി. അപ്പോഴാണ് ജാംബവാൻ ആ കരുത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആ കരുത്തിനെ പറ്റി ബോധ്യം വന്നപ്പോൾ സമുദ്രം അതിലംഘിക്കുക മാത്രമല്ല ചെയ്തത്, അപ്പുറത്ത് പോയിട്ട് ശത്രുവിൻ്റെ പുരത്തിന് മുഴുവൻ തീയിട്ട് ചുട്ട് കളഞ്ഞിട്ടാണ് ലങ്കാദഹനവും നടത്തിയിട്ടാണ് മടങ്ങി വന്നത്. അപ്പോൾ ഈ സമാജം അതിൻ്റെ കരുത്ത് മനസ്സിലാക്കിയാൽ എന്താണ് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കരുത്ത് മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുള്ളൊരു സന്ദർഭമാണ്. കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് അത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ്. വേറൊരു ക്ഷേത്രവും പോലെയല്ല ശബരിമല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ഈ ശബരിമല ക്ഷേത്രവും ബാക്കി ക്ഷേത്രവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തൻ മൂർത്തിയായി പോകുന്ന വേറെ ഏത് ക്ഷേത്രമാണ് ഉള്ളത്? നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനായിട്ടല്ലല്ലോ പോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ കാടാമ്പുഴ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ കാടാമ്പുഴ ഭഗവതി ആയിട്ടല്ല, നിങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ചോറ്റാനിക്കര ദേവി ആയിട്ടല്ല, അല്ലേ? നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ, നിങ്ങളിവിടെ ശ്രീകണ്ഠേശ്വരത്ത് പോകുമ്പോൾ നിങ്ങൾ സ്വയം ശിവനായി സങ്കല്പിച്ചിട്ടല്ലല്ലോ പോകാറുള്ളത്. ശ്രീപത്മനാഭനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രീപത്മനാഭനായിട്ടല്ലല്ലോ പോകുന്നത്. പക്ഷെ ശബരിമലയിൽ പോകുന്ന ഓരോ ഭക്തനും സ്വയം അയ്യപ്പനായി മാറിയിട്ടാണ് പോകുന്നത്. ഭക്തൻ സ്വയം ഈശ്വരനായി പരിണമിക്കുന്ന ആ തത്വമസിയുടെ വേദാന്ത ദർശനമാണ് അവിടെയുള്ളത്. ഒരാൾ മാത്രമല്ല, ഓരോ വ്യക്തിയും പരസ്പരം അവരുടെ അഭിസംബോധന ചെയ്യുന്നത് പോലും സ്വാമി എന്നാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യൻ അസ്പൃശ്യമായ അത്രയും വിദൂരമായ ദൂരത്ത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ്റെ ശരിതെറ്റുകൾക്ക് മാർക്കിടുന്ന ക്രൂരനായിട്ടുള്ള ന്യായാധിപനല്ല. ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന പൂർണ്ണതയുടെ പ്രതിഫലനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സങ്കല്പമാണ് ശബരിമലയിലുള്ളത്. ഈശ്വരൻ എന്ന് പറയുന്നത് ആകാശവാസിയായിട്ടുള്ളൊരു വിദൂര ശക്തിയല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ഓർമ്മപ്പെടുത്തലുണ്ട് ശബരിമലയിൽ. ഈശാവാസ്യമിതം സർവം എന്നാണല്ലോ ഈശാവാസ്യോപനിഷത്തിൻ്റെ തത്വം. എന്താ? ഈശാവാസ്യമിതം സർവം. ഓരോ ചരാചരത്തിലും, ഓരോ അണുവിലും, ഓരോ പുൽക്കൊടിയിലും ഈശ്വരൻ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സങ്കല്പം തരുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ബാക്കി എല്ലാ ക്ഷേത്രങ്ങളോടും നമ്മൾക്ക് വിശ്വാസമാണുള്ളെങ്കിൽ ശബരിമലയോടുള്ളതൊരു ഭയങ്കര വൈകാരികതയാണ്. ശബരിമലയുടെ ഒരു മണ്ഡലകാലമാകുമ്പോൾ വ്യക്തികൾക്ക് മാത്രമല്ല ദേശത്തിന് തന്നെ സ്വഭാവ പരിണാമം ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അത്രയൊന്നും സാധാരണ ഭക്തിയില്ലാത്ത ആളുകൾ പെട്ടെന്ന് ഭക്തിയുടെ ഭൂതം ആവേശിച്ചതുപോലെ കറുപ്പെടുത്ത് മാലയിട്ട് ഭസ്മം പൂശി സ്വാമിയെ ശരണോയ്യപ്പാന്ന് വിളിച്ച് ഇറങ്ങുന്നത് പോലെ നാട് തന്നെ മാറി മറിയുന്നുണ്ട്. യാതൊരു ആക്ടിവിറ്റി ഇല്ലാണ്ട് ഉറങ്ങിക്കിടക്കുന്ന നാടുകൾ പെട്ടെന്ന് അയ്യപ്പ ഭജന, അഖണ്ഡനാമം, അല്ലേ, മറ്റേ അയ്യപ്പൻ വിളക്ക്, ഭിക്ഷ, ഭജന, ഇങ്ങനത്തെ പരിപാടികളായിട്ട് നാടങ്ങോട്ട് സജീവമായി മാറുകയാണ്. ഇങ്ങനെ ഹിന്ദു സമൂഹത്തിൽ വല്ലാത്തൊരു ഉണർവ് സൃഷ്ടിക്കുന്നൊരു സംഭവമാണ് ഇത്. ഇങ്ങനെയൊരു വൈകാരിക വിശ്വാസം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവുന്നത് മതപരിവർത്തന ലോബികളെ സംബന്ധിച്ചിടത്തോളം, പല വിധത്തിലുള്ള താല്പര്യങ്ങളുള്ള മാഫിയകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഗതിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ കാലത്തും ശബരിമല ക്ഷേത്രത്തിനെതിരെ പലതരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ അത് കായികമായിട്ടുള്ള ആക്രമണമായിരുന്നു, പിന്നീട് ഒരു ഘട്ടത്തിൽ അത് ബൗദ്ധികമായിട്ടുള്ള ആക്രമണമായി, പിന്നീട് അത് നിയാമകമായിട്ടുള്ള ആക്രമണമായി. നിങ്ങൾക്കറിയാം 1950 ഈ പറയുന്ന പോലെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആചാരം ലംഘിക്കാൻ നോക്കുകയൊന്നുമല്ല ചെയ്തത്. ശബരിമല ക്ഷേത്രം തച്ച് തകർത്ത് വിഗ്രഹം പല കഷ്ണങ്ങളായി ചെതറിച്ച് ക്ഷേത്രത്തിന് തീയിടുകയാണ് 1950. ശബരിമല ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 1983 എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ നിലയ്ക്കലിലുള്ള അദ്ഭുത കുരിശിൻ്റെ ഒരു കഥ. ശബരിമല ക്ഷേത്രത്തിൻ്റെ 18 പൂങ്കാവനങ്ങളിലേക്ക് പെട്ടെന്ന് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസധാരയുടെ ഒരു പടർന്നു കയറ്റം ആരംഭിക്കുന്നുണ്ട്. 2000 കഴിഞ്ഞപ്പോഴേക്കും ഇതാ പെട്ടെന്ന് മുല്ലപ്പെരിയാർ എല്ലാ വർഷവും പൊട്ടാൻ പോകുന്ന പ്രതിഭാസം ആരംഭിക്കുന്നുണ്ട്. ശബരിമല തീർത്ഥാടന കാലമാകുമ്പോഴേക്കും മുല്ലപ്പെരിയാർ പൊട്ടും. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞാൽ ശബരിമലയുടെ ആ സമയഘട്ടത്തിൽ മലയാളിയും തമിഴ്നാട്ടുകാരനും തമ്മിൽ ശത്രുതയുണ്ടാവും, അല്ലേ? മലയാളിയും തമിഴനും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കലാപം നടക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രം നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. അതിനുശേഷം 2015 ശേഷം നമ്മൾ കണ്ടു സുപ്രീം കോടതിയിൽ കേസിൻ്റെ ഒരു മറവിലൂടെ ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാൻ. യഥാർത്ഥത്തിൽ ശബരിമലയിലെ ആചാരത്തെ പറ്റി യാതൊരു ധാരണയുമില്ലാത്ത ആളുകളാണ് യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ട് എന്നുള്ളതാണ്.
എന്താണ് ശബരിമലയുടെ ആചാരം, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, ശബരിമല ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, അതുമായി ബന്ധപ്പെട്ട താന്ത്രികമായിട്ടുള്ള പദ്ധതികളെ പറ്റി പഠിച്ചിട്ടില്ലാത്ത ചില ആളുകൾ ചില പത്രവാർത്തകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുന്നത്. കാരണം ഒരു സമൂഹത്തിൽ ഒരു ആചരണം നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ആചരണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ ആചരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മയോ പിന്തിരിപ്പൻ സ്വഭാവമോ പരിഷ്കരണത്തിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് ആ സമൂഹമാണ്. ഒരു പരിഷ്കരണത്തിൻ്റെ ആവശ്യം ആ സമാജത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉയർന്നു വരേണ്ടത്. കാരണം പരിഷ്കരണം എന്നത് ഒരു ആഭ്യന്തര പ്രക്രിയയാണ്, അതൊരു ആന്തരിക യത്നമാണ്, അത് പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. മാറ്റം ഉള്ളിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. നമുക്കൊരു ന്യൂനതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്തുനിന്നാണ് അത് ആരംഭിക്കുന്നത്. ആ ന്യൂനത പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം നമുക്കിടയിൽ ഭൂരിപക്ഷമാവുമ്പോഴാണ് അത് ശക്തി പ്രാപിക്കുന്നത്. അത് പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുന്നത്. എന്നാൽ നമ്മളൊന്നും തിരിച്ചറിയാത്തൊരു പ്രശ്നം, പരിഹരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലാത്തൊരു പ്രശ്നം, ഒരു പ്രശ്നമായി പോലും നമ്മൾ കണക്കാക്കാത്തൊരു വിഷയം, ഒരു സ്വാഭാവികത, ഇത് പ്രശ്നമാണെന്ന് പുറമെ നിന്നൊരാൾ നിർബന്ധമായിട്ട് ആവർത്തിച്ച് പറയുകയും നമ്മളുടെ ഇഷ്ടം നോക്കാതെ അത് സ്വയമേവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാറ്റം ആ സമൂഹത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പരിഷ്കരണമല്ല, അതിൻ്റെ പേര് അധിനിവേശം എന്നാണ്. അതാണ് ശബരിമലയിൽ നടന്നത്. ശബരിമലയിലെ ആചാരം സ്ത്രീവിരുദ്ധമാണെന്നോ അത് ഏതെങ്കിലും നിലയിൽ ഡിസ്ക്രിമിനേറ്ററി ആണെന്നോ ഒരു വാദം കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 2018 സെപ്റ്റംബർ 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ ശബരിമലയിലെ ആചാരം ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു സമരവും നടന്നിട്ടില്ല. ശബരിമലയിലെ ആചാരങ്ങൾ പരിഷ്കരിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു പ്രക്ഷോഭവും ഒരു പ്രതിഷേധവും ഒരു പ്രൊട്ടസ്റ്റും നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സെമിനാറിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, ആരെങ്കിലും അതിനുവേണ്ടി നിരാഹാരം കിടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമോ ഒരു മുഖപ്രസംഗമോ ഒരു അഭിപ്രായമോ ഒരു പത്രത്തിൽ പോലും അടിച്ചു വന്നിട്ടില്ല. പൊതുസമൂഹം വളരെ സ്വാഭാവികമായി അംഗീകരിച്ചു വന്നിരുന്ന ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ ഡൽഹിയിൽ കിടക്കുന്ന ഏതൊക്കെയോ ചില ആളുകൾക്ക് വലിയ തെറ്റായി തോന്നുകയും അവരേകപക്ഷീയമായിട്ട് ഈ ആചരണം പരിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ അത്രയും കാലം ഇത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ ആചാരം നാളെ തന്നെ പരിഷ്കരിക്കുന്നത് അടിയന്തര നവോത്ഥാന പ്രശ്നമാണ്, ഇത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇനി നവോത്ഥാനമുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ വലിയ താല്പര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആചാരം എന്ന് പറയുന്ന സംഗതിയുടെ ദോഷം കൊണ്ടല്ല, ഇത് ഏതെങ്കിലും തരത്തിലുള്ള നവോത്ഥാനം നടത്താനുള്ള വ്യഗ്രത കൊണ്ടല്ല, ഇത് ഈ സമൂഹത്തിലൊരു പരിഷ്കരണം ആവശ്യമാണെന്നുള്ള ബോധം കൊണ്ടല്ല. പിന്നെയോ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാക്തിക കേന്ദ്രമായി നിൽക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ, ഒരു കാന്തമായി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ, ഒരു തടയണയായി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ, ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മതപരിവർത്തന മാഫിയകൾ വളരെ ശക്തമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവരെത്രയോ ലക്ഷം കോടി രൂപ മുടക്കി പരിവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവർ പാൽപ്പൊടി, ഗോതമ്പ്, മറ്റുള്ള പലതരത്തിലുള്ള പാഠപുസ്തകങ്ങൾ, ഉപാധികളൊക്കെ കൊടുത്ത് മാറ്റുന്ന ആൾക്കാർ വീണ്ടും മണ്ഡലകാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാങ്കല്പികമായിട്ടുള്ള പേരുകളൊക്കെ ഉപേക്ഷിച്ച് കറുപ്പെടുത്ത് മാലയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് വീണ്ടും മലയിലേക്ക് വരികയാണ്. ഈ കാലങ്ങളുടെ ഒരുപാട് പ്രയത്നങ്ങൾ അർത്ഥരഹിതമായി പോവുകയാണ്. ഇങ്ങനെ ഈ പറയുന്ന മതപരിവർത്തനത്തിൻ്റെ വലിയ ശ്രമങ്ങളെ തടഞ്ഞു നിർത്തുന്ന തടയണയെ, വിശ്വാസികളെ ആ കേന്ദ്രത്തിലേക്ക് വീണ്ടും വലിച്ചടിപ്പിക്കുന്ന കാന്തത്തെ എന്നേക്കുമായി തകർത്ത് കളയേണ്ടത് ഈ മാഫിയകളുടെ, ഈ ലോബികളുടെ ഒരാവശ്യമാകുന്നത് ഒരു അത്ഭുതമല്ല. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് ശബരിമലയിൽ ഉരുണ്ടുകൂടിയത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഒരു ആരാധനാലയത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല, ഇത് ഈ വിശ്വാസ പക്ഷത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇത് ഇന്ന് ശബരിമലയിൽ നിന്ന് ആരംഭിക്കുന്നത്. ശബരിമലയിൽ അവസാനിക്കില്ല. ഹിന്ദു പ്രധാനമായി കരുതുന്ന ഓരോ ക്ഷേത്രത്തിനും, ഓരോ കേന്ദ്രത്തിനും, ഓരോ ആരാധനാലയത്തിനും നേരെ അത് കടക്കുമെന്ന തിരിച്ചറിവാണ് ശബരിമല പ്രക്ഷോഭമായി മാറുന്നത്. അല്ലെങ്കിൽ തന്നെ ശബരിമല കേസിലെ സുപ്രീം കോടതിയുടെ വിധി ശബരിമലയെ മാത്രം ബാധിക്കുന്ന ഒരു സ്പെഷ്യൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നില്ല. നിങ്ങൾക്കറിയാം, അതൊരു ജനറൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയുടെ റാഷണൽ രത്ന ചുരുക്കം എന്തായിരുന്നു? കേരള പബ്ലിക് പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം, കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള 1965 കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലെ റൂൾ 3B ചട്ടവിരുദ്ധമാണ്, അല്ലെങ്കിൽ അൾട്രാവിറസാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാണ് കോടതി പറഞ്ഞത്. എന്തായിരുന്നു റൂൾ 3B? അപ്പോൾ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്ക് വേണ്ടി കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്. ആ നിയമത്തിൻ്റെ ചട്ടങ്ങൾക്ക് കീഴിൽ ആർക്കൊക്കെയാണ് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അധികാരമുള്ളത്, ആർക്കൊക്കെയാണ് അധികാരമില്ലാത്തത് എന്ന് പറയുന്ന സെക്ഷനാണ് റൂൾ 3.
ആ റൂൾ 3-ൽ 7 തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. റൂൾ 3A മുതൽ റൂൾ 3G വരെയായിട്ട് 7 നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? അഹിന്ദുവാണ്, അങ്ങനെയാണെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിൽ വിലക്കേർപ്പെടുത്താം. റൂൾ 3B എന്തായിരുന്നു? എ വിമൺ അറ്റ് സച്ച് ടൈംസ് ഹൂ ബൈ യൂസേജ് ഓർ കസ്റ്റം ഹൂ ഈസ് പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ദ ടെമ്പിൾ അറ്റ് സച്ച് ടൈംസ്. ഒരു ആചാരപരമായോ സമ്പ്രദായപരമായോ ക്ഷേത്രപ്രവേശനത്തിന് വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീ, ഇതായിരുന്നു റൂൾ 3B. റൂൾ 3C മദ്യപിക്കുകയോ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾ. റൂൾ 3D പുലവാലായ്മകളോ അശൗചങ്ങളോ മറ്റേതെങ്കിലും തലയിലുള്ള അശുദ്ധികളോ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നിലയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ, മറ്റുള്ളവരെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുകൾ, ഭിക്ഷാടനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർ, ഇങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്ന പലതരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കുന്ന സെക്ഷനായിരുന്നു റൂൾ 3. അതിലെ ഒരു പ്രൊവിഷനാണ് റൂൾ 3B എന്ന് പറയുന്ന പ്രൊവിഷനാണ് വിമൺ അറ്റ് സച്ച് ടൈംസ് ഹൂ ബൈ യൂസേജ് ഓർ കസ്റ്റം ഹു ആർ പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ദ ടെമ്പിൾ. ആചാരപരമായോ സമ്പ്രദായപരമായോ ക്ഷേത്രപ്രവേശനത്തിന് വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞ പ്രൊവിഷനാണ് കോടതി എടുത്തു കളഞ്ഞ്. അങ്ങനെ സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ വിലക്കുകൾ ബാധകമല്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് ശബരിമലയെ മാത്രം ബാധിക്കുന്നൊരു നിയമമല്ല. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ആചാരപരമായോ സമ്പ്രദായപരമായോ ഈ യുവതീ പ്രവേശനത്തിന് സ്ത്രീ പ്രവേശനത്തിന് എതിർപ്പുണ്ടോ അല്ലെങ്കിൽ വിലക്കുണ്ടോ, ഇവിടേക്ക് ഇത് ബാധകമാവും. സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ള ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പകൽ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. സന്ധ്യയ്ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. കൊട്ടിയൂർ ദക്ഷയാഗം നടക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. മറ്റ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പല ക്ഷേത്രങ്ങളിലുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്നോ പോരായ്മ ഉണ്ടെന്നോ കരുതിയിട്ടല്ല. എവരി റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. എല്ലാ നിയന്ത്രണവും വിവേചനമല്ല. ഈ നിയന്ത്രണവും വിവേചനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് വിവേചനം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് കരുതി നിങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നതാണ് വിവേചനം. അവിടെ നിങ്ങൾക്ക് മേലാണ് ആ മാറ്റി നിർത്തലിനുള്ള കുറ്റം ആരോപിക്കപ്പെടുന്നത്. നേരെ തിരിച്ച് നിയന്ത്രണം എന്ന് പറയുന്നത് എനിക്കൊരു പ്രാധാന്യമുണ്ട്, എനിക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു സവിശേഷതയുണ്ട് എന്നതിൻ്റെ പേരിൽ സ്വയമേവ ഞാൻ നിങ്ങളിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ മാറി നിൽക്കുന്നത് വിവേചനമല്ല, അതെൻ്റെ വ്യതിരിക്തതയാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ ഈ പറയുന്ന നിയന്ത്രണത്തിൻ്റെ കാരണം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ മൂർത്തി സ്വയമേവ സ്വീകരിച്ചിട്ടുള്ളൊരു വ്രതമാണ്. ആ വ്രതത്തിൻ്റെ സ്വഭാവത്തിൽ സ്പർശന ദർശനാദി അഷ്ടമൈഥുനങ്ങളും നിഷിദ്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഭാവം തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി എന്താണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയായ യുവതീവിരക്തനായ വൈരാഗിയായിട്ടുള്ള യോഗപട്ടാബന്ധിതനായിട്ടുള്ള ചിന്മുദ്ര ധരിച്ചിട്ടുള്ള ഒരു ബ്രഹ്മചാരിയുടെ ഭാവത്തിലാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ആ പ്രതിഷ്ഠയ്ക്ക് ഇങ്ങനെയൊരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രവേശനത്തിന് വിലക്കുള്ളത്. ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയുടെ മൗലിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേത്രത്തിലെ യമങ്ങളും നിയമങ്ങളും നിയന്ത്രണങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സന്യാസിമാർക്ക് പ്രവേശനത്തിന് വിലക്കുണ്ട്. സന്യാസിമാർ മോശക്കാരായതുകൊണ്ടല്ല, സന്യാസിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പതിതത്വം ഉള്ളത് കൊണ്ടല്ല, സന്യാസിമാർക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എന്തെങ്കിലും അപകർഷതയുള്ളത് കൊണ്ടല്ല. പിന്നെയോ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ പ്രതിഷ്ഠയുടെ സ്വഭാവം അങ്ങനെയാണ്. അവിടെ ലൗകിക സുഖപ്രദനായിട്ടുള്ള മൂർത്തിയായിട്ടാണ് അവിടുത്തെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ലൗകിക കാര്യങ്ങൾക്ക് ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന വരങ്ങൾ തരുന്ന ഒരു മൂർത്തിയായിട്ടാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള സന്യാസിക്ക് അവിടെ പോയിട്ടൊന്നും ചോദിക്കാനില്ല. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്ന് പറഞ്ഞ് ജീവിതത്തിൽ കാമ്യകർമ്മങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ള ഞാൻ എന്ന ഭാവം, അഹം എന്ന ബോധം തന്നെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാൾ അല്ലേ? പതഞ്ജലി മഹർഷി ഇതിൽ പറയുന്നുണ്ടല്ലോ, യോഗസൂത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഭേദനിരാസം സന്യാസം. ഭേദങ്ങളെന്ന ഭാവം തന്നെ നിരാസിക്കുന്ന ആൾ, അയാൾക്ക് എന്താണ് ഈ ലൗകിക സുഖങ്ങൾ തരുന്ന മൂർത്തിയോട് പോയിട്ട് ചോദിക്കാനുള്ളത്? നമുക്ക് ചോദിക്കുന്ന പോലെ മക്കൾക്ക് ജോലി കിട്ടണേ, ഭാര്യയ്ക്ക് ശമ്പളം കൂടണേ, ഒരു കാറ് കൂടി കിട്ടണേ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടണേ, ഇത് ചോദിക്കാൻ വേണ്ടി സന്യാസിയോടെ പോകേണ്ട ആവശ്യമില്ല. അത് ആ മൂർത്തിയുടെ സ്വഭാവമല്ല. ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും നിയന്ത്രണങ്ങൾക്ക് കാരണമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, സ്ത്രീക്കും പുരുഷനും പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, പുരുഷൻ സ്ത്രീവേഷത്തിൽ പോയിട്ട് പ്രവേശനം നടത്തുന്ന ക്ഷേത്രമുണ്ട്, സ്ത്രീ പൂജാരിയായിട്ടുള്ള ക്ഷേത്രമുണ്ട്. ഇത് ഈ സമ്പ്രദായത്തിൻ്റെ വൈവിധ്യമാണ്, ഇത് ഈ സമ്പ്രദായത്തിൻ്റെ സൗന്ദര്യമാണ്, ഈ ബഹുസ്വരതയാണ് ഇതിൻ്റെ സൗന്ദര്യം. നിങ്ങൾ കൊല്ലത്തെ ചമയവിളക്ക് കണ്ടിട്ടുണ്ടോ? കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിൽ ചമയവിളക്ക് എന്ന് പറയുന്ന ആചാരമുണ്ട്. പുരുഷാങ്കന എന്നാണ് വിളിക്കുക. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ട് പെണ്ണുങ്ങളെക്കാൾ സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി സാരിയും മറ്റ് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് സ്ത്രീകളെ പോലെ പോയിട്ട് അവിടെ വിളക്ക് കൊളുത്തലാണ് ആചരണം.
എന്താ പുരുഷനായി തന്നെ പോയി കൊളുത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പുരുഷന്മാർക്ക് പതിത്വമുള്ളത് കൊണ്ടാണോ? അതല്ല സ്ത്രീയായി തന്നെ പോയി കൊളുത്തിയാൽ കുഴപ്പമുണ്ടോ? സ്ത്രീകൾക്ക് എന്തെങ്കിലും അവർഷതയിലുണ്ടാണോ? അതാണ് അവിടുത്തെ ചിട്ട, അവിടുത്തെ മൂർത്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. സൗകര്യമില്ലെങ്കിൽ ആ മൂർത്തിനെ പ്രാർത്ഥിക്കണ്ട. നാട്ടിൽ വേറെ അമ്പലമില്ലായ്മയൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കൊല്ലത്ത് ഭഗവതിനെ തന്നെ പ്രാർത്ഥിക്കും വേണം, ശമയവിളക്കിൻ്റെ ആചാരം മാറ്റും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, നൂറുകണക്കിന് വിവിധങ്ങളായിട്ടുള്ള ആചാരങ്ങൾ. ഇവിടെ നമ്മൾ ഈ ഇരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. സ്ത്രീകൾ മാത്രമേ പൊങ്കാല ഇടാറുള്ളൂ. അതിനിടയിൽ പോയിട്ട് ഒരു പുരുഷൻ പൊങ്കാല ഇടുന്നത് എൻ്റെ മൗലികാവകാശമാണ്. ഈ പറയുന്ന സ്ത്രീകൾക്കിടയിൽ ഇരുന്ന് പൊങ്കാല ഇടാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് എൻ്റെ പൗരുഷത്തിന് പതിത്വം കൽപ്പിക്കലാണ്, എൻ്റെ പൗരുഷത്തെ അപഹസിക്കലാണ്, എൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല നിവൃത്തിയുണ്ടോ? അപ്പോൾ ഇത് ഈ വൈവിധ്യമാണ്, ഈ സമ്പ്രദായത്തിലെ വൈവിധ്യമാണ്. അസാമിൽ പഞ്ചുബാരാഹി എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. പഞ്ചുബാരാഹി ക്ഷേത്രത്തിൽ 5 ദളിത് പുജാരിണിമാരാണ് പൂജ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ പൂജാധികാരമുള്ളൂ, സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനാധികാരമുള്ളൂ, പുരുഷന്മാർക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ 400 വർഷമായിട്ട് അസാമിലെ പഞ്ചുബാരാഹി ക്ഷേത്രത്തിൽ പുരുഷന്മാർ പ്രവേശിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് പഞ്ചുബാരാഹി വാർത്തയിൽ വന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പഞ്ചുബാരാഹി ക്ഷേത്രത്തിനുള്ളിലേക്ക് വെള്ളം കയറിയപ്പോൾ ഈ വിഗ്രഹം എടുത്തുയർത്തി മുകളിലേക്ക് വെക്കേണ്ടി വന്നു. കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോവാറായി. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇത് സാധിക്കാതെ വന്നപ്പോൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് പുരുഷന്മാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇവരെല്ലാവരും കൂടിയിട്ട് ഈ വിഗ്രഹം എടുത്തുയർത്തി കുറച്ച് ഉയരത്തിലേക്ക് വെച്ചു. എന്നിട്ട് ഇവർ പുറത്തു പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ പുരുഷന്മാർ കയറിയതിന് പുണ്യാഹം നടത്തി. അശുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ ആചാരം ലംഘിക്കപ്പെട്ടതുകൊണ്ട് പുരുഷന്മാർ കയറിയതിന് അശുദ്ധി ഉണ്ടായതിൻ്റെ പേരിൽ അവിടെ പുണ്യാഹം നടത്തി. ഒരു പുരുഷനും ഒരു കേസും കൊടുക്കാൻ പോയിട്ടില്ല. കാരണം അതാ ക്ഷേത്രത്തിൻ്റെ ആചരണമാണ്, അനുഷ്ഠാനമാണ്. നിങ്ങൾ കേരളത്തിൽ തന്നെയുള്ള മണ്ണാർക്കാട് അല്ലെങ്കിൽ പാമ്പമ്മേക്കാട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രസിദ്ധങ്ങളായിട്ടുള്ള സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട ഇല്ലങ്ങളിൽ പോയി നോക്കൂ. പാമ്പമ്മേക്കാട്ടുണ്ട്, പാതിരാക്കുന്നത്തുണ്ട്, മണ്ണാർക്കാടുണ്ട്. ഇവിടെ എല്ലാം ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് അവിടുത്തെ പൂജയ്ക്കുള്ള അധികാരി. അവിടുത്തെ പുരുഷന്മാർ പോലുമല്ല. ആ ഇല്ലത്തെ മുതിർന്ന സ്ത്രീ ആരാണോ ആ സ്ത്രീയാണ്, ഇല്ലത്തമ്മയാണ് ആ പൂജയ്ക്കുള്ള അധികാരി. ഇത് ഈ സമ്പ്രദായത്തിൻ്റെ വൈവിധ്യമാണ്. എന്താണ് ഹിന്ദുധർമ്മത്തെ മറ്റ് സെമിറ്റിക് അബ്രഹാമിക് മതങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കൺവെൻഷണൽ റിലീജിയൻ്റെ സ്ട്രക്ചറുള്ള മതമല്ല ഇത്. ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓർഗനൈസ്ഡ് റിലീജിയൻസിനെ പോലെ, കൺവെൻഷണൽ റിലീജിയൻസിനെ പോലെ ഒരു സിംഗിൾ സ്ട്രക്ചർ പിന്തുടരുന്നൊരു ധർമ്മമല്ല. ഏകശിലാത്മകമായിട്ടുള്ള, ഏകരൂപിയായിട്ടുള്ള, ഏകാത്മകതയിൽ ഊന്നിയിട്ടുള്ള ഏകത ആഗ്രഹിക്കുന്നൊരു മതമല്ല ഇത്. സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന സെമിറ്റിക് സ്ട്രക്ചർ ഇവിടെ മാനിക്കുന്നില്ല. നിങ്ങൾ ഏത് അബ്രഹാമിക് മതവും നോക്കിക്കോളൂ, അവയുടെ എല്ലാത്തിൻ്റെയും പൊതു പാറ്റേൺ ഇതാണ്. സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ്. ഇസ്ലാം മതം എടുത്ത് നോക്കൂ, സിംഗിൾ ഗോഡ് അള്ളാഹ്, സിംഗിൾ ടെക്സ്റ്റ് ഖുറാൻ, സിംഗിൾ പ്രൊഫറ്റ് മുഹമ്മദ്. ക്രിസ്ത്യൻ മതം എടുത്ത് നോക്കൂ, സിംഗിൾ ഗോഡ് ഫാദർ, സിംഗിൾ ടെക്സ്റ്റ് ബൈബിൾ, സിംഗിൾ പ്രൊഫറ്റ് ജീസസ്. യഹൂദ മതം എടുത്ത് നോക്കൂ, സിംഗിൾ ഗോഡ് ജഹോവ, സിംഗിൾ ടെക്സ്റ്റ് ടോറ, സിംഗിൾ പ്രൊഫറ്റ് മോസസ്. പക്ഷേ ഹിന്ദുധർമ്മം അങ്ങനെയല്ല. ഏക ഗ്രന്ഥം, ഏക ദൈവം, ഏക പ്രവാചകൻ. ഈ പാറ്റേൺ പിന്തുടരുന്നില്ല. ഏകത ഹിന്ദുവിൻ്റെ ഏക ദൈവം. 330 കോടി ദൈവങ്ങളാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീപത്മനാഭൻ്റെ ചുറ്റും ഇരിക്കുന്ന ദേവതകളുടെ പേര് പറയാൻ പറഞ്ഞാൽ തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. അത്രയേറെ പരിവാര സമേതനായിട്ടാണ് ശ്രീപത്മനാഭ ഇരിക്കുന്നത്. അങ്ങനെ 330 കോടി ദേവതകളാത്രേ. ഈ ഒരു ഹിന്ദുവിനോട് എഴുന്നേറ്റ് നിന്നിട്ട് അയാളുടെ ദേവതകളുടെ മുഴുവൻ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. അത്രയേറെ ദൈവങ്ങളാണ്. ഏതാ സിംഗിൾ ടെക്സ്റ്റ്? ഇവിടെ പൊതുവിൽ പറയാറുണ്ട് ബാക്കി എല്ലാ ധർമ്മങ്ങൾക്കും ഏക ഗ്രന്ഥമുണ്ട്, ഹിന്ദുവിന് ഗ്രന്ഥാലയങ്ങളുണ്ട്. ഹിന്ദുവിന് ഏതെങ്കിലും ഒരു പുസ്തകമല്ലോ ഉള്ളത്, സ്വന്തമായിട്ട് ലൈബ്രറി ഉള്ളത്. നളന്ദയിലെ സർവകലാശാല ഭക്തിയാർ ഖിൽജി തകർത്തല്ലോ. നളന്ദയിലുണ്ടായിരുന്നു പണ്ടത്തെ ഒരു സർവകലാശാല. ഈ നമ്മളെയൊക്കെ സംസ്കാരം പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരാന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയാറുണ്ട്, ഇവരുടെയൊക്കെ പൂർവികന്മാർ കൂർത്ത കല്ലുകളുമായിട്ട് മാനിൻ്റെയും മുയലിൻ്റെയും പുറകിൽ ഓടിയിരുന്ന കാലത്ത് മഹാനഗര പദ്ധതികൾ നിർമ്മിച്ചിരുന്ന സംസ്കാരമാണിത്. ഇവിടെ അന്ന് വലിയ സർവകലാശാലയുണ്ടായിരുന്നു, ടവേഴ്സ് ഓഫ് ലൈറ്റ്. ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുത്തിട്ടുള്ള സർവകലാശാലകൾ നളന്ദയിലും തക്ഷശിലയിലും ഒക്കെ. ഈ നളന്ദയിലെ സർവകലാശാല തകർത്തിട്ടുള്ള ഇസ്ലാമിക് ടൈറൻറ്റിൻ്റെ പേരാണ് ഭക്തിയാർ ഖിൽജി. ആ ഭക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല തകർത്തപ്പോൾ ഈ സർവകലാശാല 3 മാസം നിന്ന് കത്തിയത്രേ, ഏതാണ്ട് 90 ദിവസം. കാരണം അത്രയേറെ ഗ്രന്ഥങ്ങൾ അതിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ 11-ാം നൂറ്റാണ്ടിൽ 90 ലക്ഷത്തോളം പുസ്തകങ്ങളായിരുന്നു നളന്ദയുടെ ഗ്രന്ഥശേഖരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഹിന്ദുവിൻ്റെ ഗ്രന്ഥങ്ങളല്ല, ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്, ഗ്രന്ഥസമുച്ചയങ്ങളാണ്. ഏതെങ്കിലും ഒരു പുസ്തകമല്ല, പുസ്തകാശ്രിത ധർമ്മമല്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, there is no bigger blasphemy in this world than claiming that all the wisdom of the Lord, all the wisdom regarding gods can be confined to the narrowity of a single text.
ഈ ലോകത്തിലെ ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളെയും ഒരു പുസ്തകത്തിൻ്റെ പരിമിതിക്കുള്ളിൽ തളച്ചിടാമെന്ന് ആരോപിക്കുന്നതിലും വലിയ ദൈവനിഷേധമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ചെറുതാണ് നിങ്ങളുടെ ദൈവം? ഒരു പുസ്തകം കൊണ്ട് പറഞ്ഞു തീർന്നില്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈശ്വരനെങ്കിൽ അത് പറഞ്ഞു തരില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ആശ്രിതമായിട്ടുള്ള ധർമ്മമല്ല, ഗ്രന്ഥമില്ലാണ്ട് നിലനിൽക്കുന്ന ധർമ്മമാണിത്. ഇനി ഒരു ഗ്രന്ഥത്തെ തള്ളി പറഞ്ഞാലും അവസാനിക്കാത്ത ധർമ്മമാണിത്. ഇനി ഏതാ നിങ്ങളുടെ പ്രൊഫറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവാചകനല്ല ഉള്ളത്. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലേ? ബാക്കി അറിയാലോ. എപ്പോഴൊക്കെ ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈശ്വരൻ സ്വയം ഇവിടെ പ്രചാരകന്മാരായിട്ടും എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രവാചകന്മാരായിട്ടും അവതരിക്കാറുണ്ട്. അങ്ങനെ ഏതൊക്കെ സമയത്ത് ഈ രാജ്യത്തിന് വലിയ ഗ്ലാനി ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ അങ്ങനെ ഓരോ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധ ജൈന ധർമ്മങ്ങളുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായ സമയത്ത് ശങ്കരൻ പോലും ആചാര്യനാണ്, ഒരു അവതാരമായിട്ടാണ് അവതരിച്ചതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും എത്രയോ ഗുരുക്കന്മാർ, എത്രയോ പണ്ഡിതന്മാർ, എത്രയോ പ്രചാരകന്മാർ, എത്രയോ പ്രവാചകന്മാർ, എത്രയോ അവതാര പുരുഷന്മാർ, എത്രയോ ഈശ്വരാംശമുള്ളവർ. ഞാനിന്നിവിടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ പോലും ആ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന സദാശിവനിൽ ആരംഭിക്കുന്ന, സാക്ഷാൽ ശിവനായിട്ടുള്ള സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യ സ്വാമികളിലൂടെ തുടർന്ന് വന്ന് എൻ്റെ ഗുരുനാഥനിൽ അവസാനിച്ചിട്ടുള്ള ആ ഗുരുപരമ്പരയെ മുഴുവൻ ഞാൻ സ്മരിക്കുന്നു എന്നാണ്. എൻ്റെ ഗുരുവിനെ സ്മരിക്കുമ്പോൾ ഞാനൊരു വ്യക്തിയല്ല സ്മരിക്കുന്നത്, അതിൻ്റെ പിന്നിലേക്ക് പോകുന്ന ഈശ്വരൻ വരെ എത്തുന്ന ഒരു ഗുരുക്കന്മാരുടെ ചങ്ങല കണ്ണിയുടെ ഒരു വലിയ ബന്ധത്തെയാണ് ഞാൻ ഓർക്കുന്നത്. ഗുരുപരമ്പരയെ മുഴുവനാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇതിൽ. ഏതെങ്കിലും ഒരാൾ മാത്രം എല്ലാത്തിനും അവസാന വാക്കായിട്ടുള്ള സ്വീകാരനായിട്ടുള്ളൊരു സമ്പ്രദായമില്ല. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ മതങ്ങളുടെ ഏതെങ്കിലും ഒരു സിദ്ധാന്തം പിന്തുടരുന്ന ഒരു ധർമ്മമല്ല ഹിന്ദുധർമ്മം. അപ്പോൾ ഹിന്ദുധർമ്മത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ വൈവിധ്യമാണ്, അതിൻ്റെ ബഹുസ്വരതയാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ബാക്കി എല്ലാ ദേശങ്ങളിലും ഉണ്ടായിരുന്ന പലതരം സംസ്കൃതികൾ, സംസ്കാരങ്ങൾ പല വിധത്തിലുള്ള വൈദേശികാധിനിവേശങ്ങളിൽ തകർന്നു പോയപ്പോൾ ഹിന്ദു സംസ്കൃതി മാത്രം 800 വർഷത്തെ അധിനിവേശത്തെ അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിന്ദു സംസ്കൃതിയുടെ അതേ പഴക്കമുള്ള, അതേ പൈതൃകം അവകാശപ്പെടാവുന്ന എത്രയോ സംസ്കൃതികൾ ലോകത്തുണ്ടായിരുന്നു. ഈ സംസ്കാരങ്ങളൊക്കെ ഇന്ന് മ്യൂസിയങ്ങളിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതൊന്നും ജീവിക്കുന്നില്ല. പക്ഷേ 800 വർഷങ്ങളുടെ അധിനിവേശത്തിന് ശേഷം നോക്കൂ, ഇപ്പോഴും ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം സംസ്കൃതിയായിട്ട്, ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്തുടരുന്ന സംസ്കാരമായിട്ട് ജീവിക്കുന്ന, സ്പന്ദിക്കുന്ന, ചലിക്കുന്ന സംസ്കൃതിയായിട്ട് ഹിന്ദു സംസ്കൃതി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ വിവിധതയാണ്, അതിൻ്റെ അനവധ്യതയാണ്, അതിൻ്റെ അനശ്വരതയാണ്, അതിൻ്റെ അനേകതയാണ്, അതിൻ്റെ വൈവിധ്യതയാണ്, അതിൻ്റെ ബഹുസ്വരതയാണ്. ഇതിലേതെങ്കിലും ഒരു സംഗതിയെ തകർത്താൽ ഈ ധർമ്മം മുഴുവൻ തകർന്നു പോവില്ല എന്നുള്ളതുകൊണ്ടാണ്. സെമിറ്റിക് മതങ്ങളെ തകർക്കാൻ വളരെ ലളിതമാണത്. അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാമാണിക അടിത്തറയെ നിങ്ങൾ തകർത്താൽ മതി. ആ ഗ്രന്ഥത്തെ തകർത്ത് നോക്കൂ, പിന്നെ അതിൻ്റെ നിലനിൽപ്പില്ല. ആ ഗ്രന്ഥം തെറ്റാ സ്ഥാപിച്ചു കഴിഞ്ഞാൽ തകർന്നു. അല്ലെങ്കിൽ ആ ഈശ്വരനെ തകർത്ത് നോക്കുക, തകർന്നു. അല്ലെങ്കിൽ ആ പ്രവാചകനെ, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ടിട്ടുള്ള ആ പ്രൊഫറ്റിനെ നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകർന്നു. പക്ഷേ ഇതിൽ ആരെ തകർത്താലും നിങ്ങളൊരു മനുഷ്യായുസ് മുഴുവൻ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ദേവതയെ തന്നെ നിങ്ങൾ നിഷേധിച്ചു നോക്കൂ, ആ ദേവത ഇല്ലാണ്ട് ഈ ധർമ്മം നിലനിൽക്കും. നിങ്ങൾ സാധ്യമായിട്ടുള്ള മുഴുവൻ പ്രയത്നം എടുത്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു പ്രാമാണിക ഗ്രന്ഥത്തെ നിങ്ങൾ തള്ളി പറഞ്ഞു നോക്കൂ, ആ ഗ്രന്ഥം ഇല്ലാണ്ടിയും ഈ സംസ്കാരം നിലനിൽക്കും. ഇതിലേതെങ്കിലും ആചാരനെ തള്ളി പറഞ്ഞു നോക്കൂ, ആചാരനെ ഇല്ലാണ്ടിയും നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ 1000 തലകളുള്ള അനന്തനെ പോലെ എവിടെ പ്രഹരിപ്പിക്കണമെന്നറിയാതെ മുഴുവൻ ആളുകളെയും വിസ്മയിപ്പിക്കുന്ന ഒരു ധർമ്മമാണ് ഈ ഹിന്ദു സംസ്കൃതി. ആ അതിൻ്റെ അനവധ്യതയാണ് അതിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള സങ്കല്പം. അതുതന്നെയാണ് ശബരിമലയിലുള്ള ആചാരത്തിൻ്റെ അടിത്തറയും. ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും മൂർത്തിയുടെ പ്രതിഷ്ഠയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളാണ് ആ ക്ഷേത്രത്തിൻ്റെ ആചാരത്തെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപോലത്തെ ആചാരമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ പോകാവുന്ന ഒരുപോലത്തെ ക്ഷേത്രമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കാരത്തിൽ ഈ പറയുന്ന ബഹുസ്വരത ഇല്ലാതെയാക്കുക. ഇതിനെ ഒരു സെമിറ്റിക് സ്ട്രക്ചർ പോലെ എല്ലാ ക്ഷേത്രങ്ങളും പോലെ മറ്റൊരു ക്ഷേത്രം മാത്രമാക്കി ശബരിമലയെ മാറ്റുക, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ വൈകാരിക പരിസരത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക. നാട്ടിൽ 1000 ക്ഷേത്രങ്ങളുണ്ട്, അതിലെ ഒരു ക്ഷേത്രം മാത്രമായിട്ട് ശബരിമലയെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, ശബരിമലയെ ശബരിമലയാക്കി നിലനിർത്തുന്ന അതിൻ്റെ വ്യതിരിക്തതയെ, അതിൻ്റെ മൗലികതയെ, അതിൻ്റെ പ്രാമാണികതയെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ വരാനും ഈ വിഷയത്തെപ്പറ്റി കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിൽ വലിയ ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു.